ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? യെസ് മാം, കേൾക്കാം. എടാ, മിലൻ നമ്മുടെ ക്ലാസ്സിലുള്ളതാണോടാ? എൻ്റെ ക്ലാസ്സാണോ മിലൻ? എല്ലാവരും ജോയിൻ ആയോ? എത്ര പേരായി? നമുക്ക് ഇന്ന് മോഡ്യൂൾ 4 പഠിക്കാം കേട്ടോ. കാരണം മോഡ്യൂൾ 4ഉം 5ഉം പ്യുവർ തിയറിയാണ്. നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരാത്ത ടോപ്പിക്കാണ്. അപ്പം ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് അതങ്ങ് എടുക്കാമല്ലോ എന്ന്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ PPT ഷെയർ ചെയ്യാം. കാണാമോ? കാണാം മിസ്. സോ നമ്മൾ മോഡ്യൂൾ 4ലേക്ക് വന്നു. മോഡ്യൂൾ 4ൽ മെയിനായിട്ട് വന്നത് ആരെങ്കിലും ഇപ്പോൾ ജോയിൻ ആയോ? ഇല്ലല്ലോ. ഓക്കെ, മോഡ്യൂൾ 4 എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ സെക്യൂരിറ്റി. നമ്മൾ ഇതുവരെ നമ്പർ തിയറിയുടെ കാര്യങ്ങളാണ് പഠിച്ചല്ലേ. മോഡ്യൂൾ 3യുടെ നമ്മളൊരു 30% കോൺഫറൻസ് വരെയുള്ള നമ്മൾ പഠിച്ചു, 20% നമ്മൾ പഠിച്ചു. അതുവരെ നമ്മൾ പഠിക്കുന്നത് പ്യുവറായിട്ട് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് സെക്യൂരിറ്റിയാണ്. അതായത് നമ്മുടെ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്തമാറ്റിക്കൽ ലെവലിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സെക്യൂരിറ്റിയിൽ ഫോക്കസ് ചെയ്യണം, എന്താണ് നമ്മുടെ ആസ്പെക്റ്റ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ ടൈപ്പ് ത്രെഡ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫോർത്ത് മോഡ്യൂൾ എൻറ്റയർലി നമ്മളുടെ ഫോർത്തും ഫിഫ്ത്ത് ഫുള്ളായിട്ട് തിയറിയാണ്. സോ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്താണ്, സെക്യൂരിറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് അറ്റാക്സ് ഉണ്ടെന്നൊക്കെ പഠിക്കാം. ഓക്കെ, so what is computer security? Computer security is the protection of items you value, call me asset of a computer or a computer system. അതായത് we have to protect the entire system, അല്ലേ? So the entire system means it include there are many type of assets involving hardware, software, data, people, process and combination of this. So we have to protect the hardware, we have to protect the software as part of our machine, and we have to protect the data stored in our machine. We have to protect and authenticate the peoples that we are using the system, and we have to protect the executing processes and combining all these two. Okay, so this is the objective, or this is the definition of computer security. So for that we are implementing some measures, we are implementing some policies, we are implementing some protocols that are defined under computer security. Okay, to determine what to protect, we must first identify what has value and to whom. So when we are defining a protection mechanism, or when we are determining what to protect, first we have to define in our application what we have to protect: data,
or it may be a software, or it may be some process, or it may be some hardware part, whatever it may be. So we have to determine what to protect, and we must identify what has value. And to implement the protection mechanism, we have to identify its value, up to which limit we have to set the value. And the third case is to whom. We have to protect to RO1. ആദർശ് പി സുനിൽ, എടാ ഇവരൊക്കെ നമ്മുടെ ക്ലാസ്സിലുള്ള അല്ലല്ലോ. ഇതെന്റെ ഇലക്ടീവിലുള്ള ആളല്ല. നിലൻ എൻ്റെ അല്ലായിരുന്നു. ആദർശ് എൻ്റെ ഇതിലല്ല. മാറിയാണെന്ന് തോന്നുന്നു ജോയിൻ ആവുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് മെസ്സേജ് ഇട്ടോളൂ. ഓക്കെ, now this is the pictorial representation of a protection system, അല്ലേ? So computer systems including hardware, software and data, it has value and deserve security protection, അല്ലേ? നമുക്കറിയാം നമ്മളുടെ ആധാർ ഡീറ്റെയിൽസ്. പിള്ളേരെ ദേവേന്ദു ഒന്നും നമ്മുടെ ഇതിലുള്ളതല്ല, മാറിയാണ് കയറുന്നത്. അവരോട് ലിങ്ക് ശ്രദ്ധിച്ച് കയറാൻ പറഞ്ഞേ. ഓരോരുത്തർ വന്ന് ഇത് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങണം. Okay, now we have different resources such as hardware, software, and data. Like, so we have to protect these the assets because with നമ്മുടെ ആധാർ ഡീറ്റെയിൽസ്. So we know it's a very critical data, അല്ലെ? ആധാർ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് അതിൻ്റെ പാർട്ടായിട്ടുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ആധാറിലുണ്ട്. അപ്പോൾ നമ്മുടെ ആധാറിൻ്റെ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സെർവറുടെ ഒക്കെ ഒരു പ്രശ്നം വന്നായിരുന്നു. അതിൽ നിന്ന് ഡേറ്റ ലീക്കായി ചോർത്തി എന്നൊക്കെ പറഞ്ഞു, ഓർക്കുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാസ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. അതുപോലെ നമ്മുടെ സെർവേഴ്സ് ഹാർഡ്വെയർ കൺട്രോൾ, അല്ലേ? നമുക്കറിയാം മിക്ക ഇതിലാണെങ്കിലും സെർവർ മെഷീനിൽ ഡു നോട്ട് ആക്സസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ സെർവർ റൂമിൽ ആർക്കും എൻട്രി ഉണ്ടാവില്ല, ശരിയല്ലേ? സോ ഇൻ ദാറ്റ് കേസ് വി ഹാവ് ടു പ്രൊട്ടക്ട് ഓൾ ദി ഹാർഡ്വെയർ പാർട്ട്. And sometimes our viruses are affecting our softwares in your system. So it will affect the entire system, അല്ലേ? അപ്പം നമുക്ക് ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും ഡേറ്റയെയും പ്രൊട്ടക്ട് ചെയ്യണം. സോ ഹാർഡ്വെയർ ഇൻക്ലൂഡ് computer devices such as disk drive, memory, printer, and network gears. Okay, software include OS, utilities that means antiviruses, commercial applications such as word processing, photo editing, etc., and our individual applications based on our objectives. And third is data including documents, photos, music and videos, emails and class projects. ഇപ്പം നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, വെളിയിലുള്ള കഫേയിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ അക്ഷയ സെൻറ്ററിലൊക്കെ പോയി നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുന്നേ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറയും. Why we are telling to delete these type of documents? You have to protect the data, അല്ലേ? So computer system security means it includes the entire hardware, software and data. Now we are moving to the next main definition, that is called vulnerability, that we can see through the fourth and fifth module. So vulnerability means it's a weakness in your system. That means vulnerability means a fault that may be present in your system and give a pathway to access your system. A vulnerability is a weakness in the system. Vulnerability is the weakness of your system, and that could be exploited to cause harm. So something that may cause harm to your system, that is noted as vulnerability. Okay, so a vulnerability is a weakness that could be exploited to cause harm. And a threat is a set of circumstances that could cause harm. ത്രെട്ടും വൾണറബിലിറ്റിയും തമ്മിൽ ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട്. എല്ലാം ത്രെട്ട് എന്ന് പറയുന്നത് വൾണറബിലിറ്റിയുടെ ഒരു പാർട്ട് തന്നെയാണ്.
ഓക്കെ, അതിന് നല്ല ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. വൾനറബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലെ ഹോം അപ്ലയൻസസ്, ഓക്കെ, അതിൻ്റെ വയറിങ് വളരെ ഹോം അപ്ലയൻസ് കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ വയറിങ് ഒത്തിരി പഴയതാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, പ്ലസ് അതിൻ്റെ ഫ്യൂസ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ, നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൻ്റെ പ്രൊട്ടക്ഷൻ മെക്കാനിസമാണ് എന്താ, നമ്മുടെ ഫ്യൂസ് മെക്കാനിസം അല്ലേ. ആ ഫ്യൂസ് അത് കറക്റ്റായിട്ടല്ല, അല്ലെങ്കിൽ ഫ്യൂസ് എന്നുള്ള സംഭവം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന കറക്റ്റ് അല്ല എന്ന് വിചാരിച്ചോളൂ. This situation is called a vulnerability. It's a weakness that could be exploited to cause a harm. Okay. ഇനി ത്രെട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായൊരു ഇടിയും മിന്നലുള്ളൊരു ക്ലൈമറ്റ്, പെട്ടെന്ന് ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കരമായ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് കണ്ടീഷൻ ഉണ്ടാകും. ദാറ്റ്സ് എ ത്രെട്ട് സിറ്റുവേഷൻ. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഹോം അപ്ലയൻസും എന്തിലാണ്? ത്രെട്ടിലാണ്. ക്ലിയർ? A threat is a set of circumstances that could cause harm. കൺസെപ്റ്റ് ക്ലിയർ ആയോ? വൾനറബിലിറ്റിയും ത്രെട്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയോ? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇല്ല, ആരുടെ അനക്കമില്ല, അതുകൊണ്ട് ചോദിച്ചാ. ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടാന്ന് ഓർത്തായിരുന്നു. ആ മെസ്സേജ് ഇട്ടാൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുമ്പോൾ എനിക്ക് കാണത്തില്ല. നിങ്ങൾ വോയിസ് തന്നേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് സ്ക്രീൻ ഷെയർ മോഡായതുകൊണ്ട് ഞാൻ എൻ്റെ സ്ക്രീനാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് എൻ്റെ PPT വർക്ക് ചെയ്യില്ല. അപ്പോൾ എനിക്ക് നിങ്ങളിടുന്ന മെസ്സേജുകൾ എനിക്ക് കാണാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൗസ് ഒന്ന് നിങ്ങളുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് സംസാരിക്കാം. അത്രയ്ക്ക് ബിസിയാണോ അതോ എല്ലാവരും ഉറക്കത്തിലാണോ? ഓക്കെ, സോ അതാണ് നല്ലത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരു മൂളലായിട്ടെങ്കിലും ഒരു സൗണ്ട് ഇവിടെ വരണം. ഓക്കെ, അപ്പോൾ ത്രെട്ട് ഈസ് എ സർക്കംസ്റ്റൻസ്. നിഖിൽ നീ ക്ലാസ്സിൽ ഇരുന്നാലേ ഉറങ്ങും, വീട്ടിലാകുമ്പോൾ ഏതായിരിക്കും. നിഖിലേ, ഓക്കെ, ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഈ ഫിഗർ ത്രെട്ടിൻ്റെയും വൾനറബിലിറ്റിയുടെയും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അല്ലേ, ഒരു വാൾ കാണിച്ചിട്ടുണ്ട്. വാളിൻ്റെ നല്ല ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റിൽ ഒരു ഡിസ്റ്റൻസിൽ ഒരു ചെറിയ ക്രാക്ക് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ളായിട്ട് വാട്ടറാണ്. വാട്ടറിൻ്റെ ലെവൽ ഇപ്പോൾ ക്രാക്കിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഓക്കെ, ദാറ്റ് ക്രാക്ക് ഈസ് ദി വൾനറബിലിറ്റി. ത്രെട്ട് എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ആയിട്ട് വരുന്ന കേസിൽ അതെന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബി എ ഡേഞ്ചർ സിറ്റുവേഷൻ അല്ലേ. അപ്പം ആ വെള്ളത്തിൻ്റെ ലെവൽ റേസ് ആയി ആ ക്രാക്കിൻ്റെ ലെവൽ എത്തിയാൽ definitely that water will flow through the crack, or that wall will be crashed, that water level will be reached at the human level. Definitely it will be a disaster. So the water to the left of the wall is a threat to the man on right on the wall. A small crack in the wall, a vulnerability that threatens the man's security. So there are many threats to a computer system, including human initiated and computer initiated ones. So when we are discussing these type of threats in computer aspect, there are different type of threats. Some are maybe initiated by human and some are maybe initiated by computers. Okay, we have all experienced the result of inadvertent human errors, hardware design flaws, software failures, അല്ലേ? But natural disasters are threats too. ഇപ്പം നമുക്കറിയാം, നമ്മൾ വലിയ ഫ്ലഡൊക്കെ കണ്ടു അല്ലേ? ആ സമയത്ത് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. അതിൽ
മെയിനായിട്ട് ഒത്തിരി ഹ്യൂമൻ എറേഴ്സ് കൊണ്ടാണ് നമ്മൾ ആ ഡിസാസ്റ്റേഴ്സ് കണ്ടത്. ശരിയല്ലേ? നമ്മളുടെ ഡിസൈനിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സിറ്റി ഡിസൈനിൽ, ടൗണിൽ എന്താണ് ഡ്രെയിനേജ് ഡിസൈൻ മോശമായി. അതുപോലെ നമ്മൾ എന്താ പറയുന്നത്, എൻവയോൺമെന്റ് കണ്ടീഷൻസ് ഒന്നും നോക്കാത്ത ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി. ഇതൊക്കെയാണ് നമുക്ക് അന്ന് ഫ്ലഡ് ഉണ്ടാവാനുള്ള റീസൺ. ശരിയല്ലേ? ഇതിന്റെ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ ആസ്പെക്ട് നമ്മൾ പറയും ഹാർഡ്വെയർ ഡിസൈൻ ആൻഡ് സോഫ്റ്റ്വെയർ ഫെയിലിയേഴ്സ്. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്രോബ്ലം വരും. പിന്നെ വരുന്ന പ്രോബ്ലമാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അല്ലെ? അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഫ്ലഡ് വന്നപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ ഒക്കെ സെർവർ ഒക്കെ കംപ്ലീറ്റ് കംപ്ലൈന്റ് ആയി. നെറ്റ് അവൈലബിലിറ്റി ഇല്ലാതെ വന്നു. നെറ്റ് ഉണ്ടെങ്കിലും ബാങ്കിങ് നടക്കാതെ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആലുവയിലൊക്കെ വെള്ളം കയറിയപ്പോൾ അവരുടെ സെർവറുകളൊക്കെ കംപ്ലൈന്റ് ആയി. അവരുടെ സപ്ലൈ ഒക്കെ അടിച്ചുപോയി, ഷോർട്ടായി പോയി, പ്രശ്നമാണ്. സോ അപ്പോൾ നമ്മളുടെ ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ഫോൾട്ട് വന്നാലും ഫെയിലിയേഴ്സ് വന്നാലും that will affect our entire system. കേട്ടോ? A human who exploits vulnerability perpetrates an attack on the system. An attack can also be launched by another system, as when one system sends an overwhelming flood of messages to another, virtually shutting down the second system ability to function. ഇതിന് നമ്മൾ പറയുന്നത് ഡിനയൽ ഓഫ് സർവീസ് എന്നാണ്. ഒരു അറ്റാക്ക് ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, അല്ലേ? അതുപോലെ ഒരു അറ്റാക്ക് എവിടെ നിന്ന് വരാം? വേറൊരു മെഷീനിൽ നിന്ന് വരാം. ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ? വൺ മെഷീൻ വിൽ സെൻഡിങ് ഓവർവെമിങ് ഫ്ലഡ് ഓഫ് മെസ്സേജസ്. അതായത് ഭയങ്കര ലോട്ട് ഓഫ് ലാക്സ് ഓഫ് മെസ്സേജസ് വേറൊരു സിസ്റ്റത്തിലേക്ക് അയക്കുകയാണ്. സപ്പോസ് one machine is acting as a server and another machine is acting as a client. ആ സെർവർ എന്ന് പറയുന്നത് server is serving multiple clients and it is functioning smoothly. At that time, an attacker is using another machine, and from that particular machine, it is sending lot of requests and messages to the existing server. What will happen then? Automatically, your currently working server will be overwhelmed with a flood of messages. They can answer the queries of clients also. So that time we are actually denying service to the existing clients. It's one type of attack and we can call it as a denial of service. Okay, so here actually the attacker machine is shutting down the ability to function. Clear? For example, that attack is called denial of service attack. We use a control or countermeasure as protection. Okay, so in order to give the protection, we are implementing different control mechanisms. That is, a control is an action, device, procedure, or technique that remove or reduce a vulnerability. What do you mean by a protection mechanism or a control mechanism? That's a control is an action. It may be an action or a device, or it is a procedure or a technique. Okay, it may be either an action, or we are setting some devices, or we are implementing some procedures, or we are implementing some, or we are setting some techniques that removes or reduce the vulnerability. Okay, control prevents threat from exercising vulnerabilities. A threat is blocked by a control of vulnerability. By setting proper controls, we can block different threats. These characteristics are both basic security properties and are objects of security threats. We can define these properties as below. Very, very important. Note ചെയ്തോളൂ. Objective of security in the question വരാം, അല്ലെങ്കിൽ what are the different properties that must be processed by a security system, ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഇതൊന്നും അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ഓപ്ഷനാണ് CIA ട്രയാഡ് എന്ന് പറയും. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ മൂന്ന് പ്രോപ്പർട്ടി ഒരു സെക്യൂരിറ്റി സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അത് ശരിക്കും ഓർഡർ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി, ഈ മൂന്നെണ്ണമാണ് വരുന്നത്
അപ്പം ഞാൻ എഴുതിയേക്കുന്ന ഓർഡർ അവൈലബിലിറ്റി ഇൻറ്റഗ്രിറ്റി കോൺഫിഡൻഷ്യാലിറ്റി എന്നാണ്. പക്ഷെ CIA എന്ന് പറയുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ഇൻറ്റഗ്രിറ്റി അവൈലബിലിറ്റി. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നത്. ഓക്കെ, so availability means it is the ability of a system to ensure that an asset can be used by any authorized parties. So we are ensuring that the assets are provided. So assets of computer systems are properly provided and it is available to all the users. Okay. Second is integrity. എന്തായിരിക്കും integrity? The ability of a system to ensure that the asset is modified only by authorized parties. For example, your network password can be updated by only your system admin. അല്ലേ? It's an integrity data. ആർക്ക് വേണമെങ്കിലും കയറി എഡിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് സെക്യൂരിറ്റി ഉണ്ട് അല്ലേ? അതുപോലെ integrity means the ability of a system to ensure that an asset is modified only by authorized party. Okay, confidentiality means the ability of a system to ensure that the asset is viewed only by the authorized property. What do you mean by confidentiality? We have to maintain the proper secrecy. Secrecy maintain ചെയ്യണം. So something should not be revealed to all. അത് നമുക്കറിയാം, എല്ലാ കാര്യവും എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ proper confidentiality, secrecy should be maintained between the users. So confidentiality means the ability of a system to ensure that an asset is viewed only by the authorized party. So these are the three basic properties or objectives of the corresponding system. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? Availability, integrity and confidentiality. Availability means for authorized parties, anytime any asset can be accessed. അല്ലേ? ഓരോ ഓതറൈസ്ഡ് യൂസറിനും വേണ്ട അസറ്റുകളെല്ലാം പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റി. Integrity means it can be updated or modified only by the authorized party. And confidentiality means the ability of a system to ensure that asset is viewed only by the authorized parties. അതായത് ഓരോ ലെവലിൽ എന്ത് സീക്രസി ആണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. Clear? Now, the properties are called CIA triad or security triad. ഈ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. CIA triad or security triad. CIA triad means confidentiality, integrity and availability. In addition to these three properties, an additional three properties are there. Authentication. എന്താണ് authentication? The ability of a system to confirm the identity of a sender. ഇപ്പോൾ നിങ്ങൾ ATM കാർഡ് കൊണ്ടുപോയിട്ട് പൈസ എടുക്കാൻ നോക്കും അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് യൂസ് ചെയ്യാം, ആർക്ക് വേണേലും ആരുടെ കാർഡ് വേണേലും യൂസ് ചെയ്യാം. പക്ഷെ എന്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം? പിൻ നമ്പർ പറഞ്ഞു കൊടുക്കണം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പിൻ നമ്പർ? പിൻ നമ്പർ ഈസ് ഓതൻറ്റിക്കേറ്റിംഗ് ദ കറക്റ്റ് യൂസർ അല്ലേ? പിൻ നമ്പർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കാർഡിൻ്റെ പേര് ആരാണോ അതവിടെ വെൽക്കം ദാറ്റ് പർട്ടിക്കുലർ നെയിം അല്ലേ? സോ ദാറ്റ് മീൻസ് യു ആർ ഓതൻറ്റിക്കേറ്റഡ് to access the transaction. Okay, so authentication means the ability of a system to confirm the identity of a sender. The ability of a system to confirm the identity of a sender. സെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാനുള്ള എബിലിറ്റി ആണ് എന്ത്? authentication. Next is non-repudiation or accountability. So here, the ability of a system to confirm that a sender cannot convincingly deny having sent something. അതായത് ഒരിക്കലും അക്കൗണ്ടബിലിറ്റി എന്തൊക്കെയാണോ ഒരു യൂസർ എക്സിക്യൂട്ട് ചെയ്യേണ്ട ടാസ്ക് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. ഒരു സർവീസസ് ഡിനൈ ചെയ്യുന്നില്ല. ഒരു അക്കൗണ്ടിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടോ അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ നെറ്റിലൊക്കെ ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചില മെസ്സേജ് വരും, യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദിസ് പർട്ടിക്കുലർ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സോ ഇൻ ദീസ് ടൈപ്പ് ഓഫ് മെസ്സേജസ് coming under accountability, that means it is deciding that which are the activities are applicable for a particular user.
Next is auditability. The ability of a system to trace all action related to a given asset. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യാൻ പറ്റണം, ട്രേസ് ചെയ്യാനായിട്ട് പറ്റണം. എങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ കറക്റ്റായിട്ട് എന്തെല്ലാം, അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റിയിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ദി അക്കൗണ്ടബിലിറ്റി, ഓഡിറ്റബിലിറ്റി അല്ലേ? അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ കേട്ടിട്ടില്ലേ ചില പ്രോബ്ലംസ്, ഇപ്പോൾ ചില VIP മെയിലിലേക്കൊക്കെ എന്താണ് മെസ്സേജസ് സെൻഡ് ചെയ്തു അല്ലെ മെസ്സേജസ് ചെന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യും അല്ലേ? എങ്ങനെയാണ്, ഏത് IP നിന്നാണ്, ഏത് സെർവറിൻ്റെ അണ്ടറിലുള്ള മെഷീനിൽ നിന്നാണ്, അല്ലെങ്കിൽ ആരാണ് അത് സെൻഡ് ചെയ്തതെന്ന് വരെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അതെന്താണ്? അക്കൗണ്ടബിലിറ്റി ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഗോ ത്രൂ ദി corresponding activities that happen in your system. Clear? Now, the CIA triad can be viewed from different perspectives. The nature of the harm caused to asset. Harm can be characterized by 4 acts. 4 തരത്തിൽ ഹാം ഉണ്ടാവും ഒരു മെഷീനിൽ. എങ്ങനെയൊക്കെയാണ്? ഇന്റർസെപ്ഷൻ എന്താണ്? കടന്നു കയറ്റം അല്ലേ? So you are not supposed to enter a particular area, but a person is entering to that area. Next is interruption. Interruption means normally it is running in a particular way and another person is entering and stopping the normal execution. That is interruption. മൂന്നാമത്തെ കേസ് മോഡിഫിക്കേഷൻ. മോഡിഫിക്കേഷൻ മീൻസ് some data is there, an unauthorized person is updating its value and we are using the updated value. Okay, without proper permission, without prior access permission, some person is trying to modify the data. And the next is fabrication. Fabrication, what do you mean by fabrication? Fabrication is the case in which some data are there and that data are fabricated, totally changed, and it is updating with a new set of data. So the normal user feels that it is the correct data, but it is a fabricated data. Now, confidentiality can suffer if someone intercepts the data, availability if lost, if someone or something interrupts the flow of data or access to a computer, and integrity can fail if someone or something modifies data or fabricates a false data. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 കേസുകൾ, നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റിയും അവൈലബിലിറ്റിയും ഒക്കെ വയലേറ്റ്. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? Yes, miss. Okay. Now we are moving to detailed definition of confidentiality and how it is violated. What do you mean by confidentiality? Only authorized people or system can access protected data. ശരിയല്ലേ? Only authorized people or system can access the protected data. Some properties that could mean a failure of data confidentiality. An unauthorized person accessing a data item. For example, നിങ്ങളോട് പറയാണ് ലാബിലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലോഗിൻ തന്നിട്ടുണ്ട് അല്ലേ, സ്റ്റുഡൻറ് ലോഗിൻ. നിങ്ങൾ ആ ലോഗിൻ അല്ലാതെ ടീച്ചേഴ്സിൻ്റെ ഒരു ലോഗിനിലോ അല്ലെങ്കിൽ അഡ്മിൻ്റെ ലോഗിനിലോ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് an unauthorized person accessing a data item. അതിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ ദാറ്റ് ഈസ് വയലേഷൻ അല്ലേ? അത് ആക്സസ് ചെയ്താൽ അതെന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി വയലേറ്റ് ചെയ്തു. an unauthorized process or program access the data. പേഴ്സൺ മാത്രമല്ല, ഇറ്റ് മേ ബി ഡൺ വിത്ത് എ പ്രോസസ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടില്ലേ സെക്യൂരിറ്റി വയലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അതിൽ നിന്ന് പാസ്വേഡുകൾ ഹാക്ക് ചെയ്യുന്ന കോഡുകളുണ്ട് അല്ലേ? നമ്മുടെ പാസ്വേഡുകൾ അത് പല രീതിയിൽ നമ്മുടെ പാസ്വേഡുകൾ അവരവിടെ വ്യൂ ചെയ്യും. ശരിയല്ലേ? എ പേഴ്സൺ unauthorized to access certain data, access other data not ordered. Other data not, which is a specialized version of unauthorized person accessing a data. An unauthorized person access an approximate data value. For example, not knowing someone's exact salary, but knowing that the salary falls in a particular range. അല്ലേ?
അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചിലരുടെ സാലറി, ചിലരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഇതും ഒരു കോൺഫിഡൻഷ്യാലിറ്റി വയലേഷനാണ്. An unauthorized person learns the existence of a piece of data. For example, knowing that a company is developing a certain new product or that talks are underway about the merger of two companies. അതായത് ഓൾറെഡി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്, വേറൊരാൾ വന്നിട്ട് നമ്മൾ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ചില, നമ്മളുടെ കമ്പനിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില എന്താണ്
കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ നെറ്റ് കട്ടായിട്ട് കുറച്ച് 5 മിനിറ്റോളായി. നിങ്ങൾ ആരും എന്താ അത് ഇൻഫോം ചെയ്യാഞ്ഞത്? ഞാനിത് അറിയുന്നില്ല നെറ്റ് കട്ടായി എന്നുള്ളത്. കാരണം എനിക്ക് അറിയില്ല, ഞാൻ ക്ലാസ് എടുത്ത് പോവാം. നിങ്ങൾക്കത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണ്ടേ. ഇത് കേൾക്കുന്നില്ല, കാരണം നിങ്ങൾ ആരും ക്ലാസ് കേൾക്കുന്നില്ല. കേൾക്കാതായെങ്കിൽ അത് ഇൻഫോം ചെയ്യണ്ടേ. കാരണം ഞാൻ പ്രസന്റേഷൻ വിൻഡോയിൽ നിൽക്കുമ്പോൾ എനിക്ക് കാണത്തില്ല ഇവിടെ നെറ്റ് കട്ടായാൽ. ഇപ്പോൾ വെറുതെ അപ്പുറം എന്ന് മിസ് നെറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടുക. അപ്പോഴാണ് പറഞ്ഞ മിസ്സേ ഫുൾ നെറ്റ് കട്ടാണ് കേട്ടോ എന്ന് പറയുമ്പോഴാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ ആരും എന്താ ഒന്ന് ഫോൺ വിളിക്കാത്ത എന്താ? നിങ്ങൾ നല്ല പിള്ളേരാണല്ലോ. എത്രയാണ് ഇപ്പോൾ ഓണാക്കി ഇട്ടിട്ട് ഇരിപ്പുണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം അവനവൻ ചെയ്യുന്നു, അവനവൻ ക്ലാസ്സിൽ കയറുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവനവന് തന്നെ. അതൊക്കെ പോകാൻ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അറ്റ്ലീസ്റ്റ് സാമാന്യ മര്യാദയ്ക്ക് കേൾക്കുന്നില്ല എന്നൊന്ന് ഇൻഫോം ചെയ്യാലോ നിങ്ങൾക്ക്. ആരാ ആബ്സെന്റ്? കയറാത്ത ആളാണ്. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് കയറി എല്ലാ ക്ലാസ് നടക്കത്തില്ല. വലിയ കാര്യമൊന്നുമില്ല, ഇവർക്ക് ആവശ്യമൊന്നുമില്ല. അവരതുകൊണ്ട് എനിക്ക് വേണ്ടി ഇരിക്കുക. അവർക്ക് ആർക്കും ഒരു വാവ് വിളിക്കാൻ മേലായിരുന്നു. തെറ്റ് നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. കഴിയട്ടെ, സമയം എല്ലാം കഴിഞ്ഞൊന്നും പറയുന്നില്ല. അലൻ തോമസ് ഉണ്ടോ? പ്രസന്റ് മാം. നയന? ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ഇടുക, അറ്റൻഡൻസ് എടുക്കുവാണ്, കയറാൻ പറ. അതിനെങ്കിലും ആ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ വിളിക്കുമ്പോഴെങ്കിലും. അതിനെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ. ആനി ട്രീസ? പ്രസന്റ് മാം. അനുരഞ്ജന? അനുരഞ്ജന ഞാൻ ഫോൺ ചെയ്തായിരുന്നു, അനുരഞ്ജന കോൾ എടുത്തില്ല. അനുവിനെ ഞാൻ വിളിച്ചായിരുന്നു. അനു ട്രാവലിംഗ്. ആര്യ കെ എസ്? പ്രസന്റ് മിസ്. അശ്വതി എസ്? പ്രസന്റ് മിസ്. ദാവൂദ് അഹമ്മദ്? മാം. ഡോണ? പ്രസന്റ് മാം. ഈശ്വരി? ഈശ്വരി? ആളുണ്ട്, എനക്കില്ല. ഫെബിൻ ജോൺ? പ്രസന്റ് ടീച്ചർ. ഗോപിക? മിസ് ഉണ്ടായത് ഇപ്പൊ ലെഫ്റ്റ് ആയത്, നെറ്റ് എന്തോ ഇഷ്യൂ ആയിട്ട്. ഋഷികേഷ്? പ്രസന്റ് മിസ്. ജിജിൽ? പ്രസന്റ് മാം. ജിംലി? പ്രസന്റ് മാം. ജോസ്മി? പ്രസന്റ് മാം. കാർത്തികേയൻ? യെസ് മാം. നവീന? പ്രസന്റ് മാം. നവ്യ എസ് രാജ്? പ്രസന്റ് മാം. നിഖിൽ കൃഷ്ണൻ? ഹലോ മിസ്സേ. ഈശ്വരി പ്രസന്റ് ആണ്. ഞാൻ കണ്ടായിരുന്നു. ശില്പ ടി എസ്? പ്രസന്റ് മാം. വിശാഖ് വിജയ്?
Present, ma'am. Vaishnav, Present, ma'am. Alicia, Present, ma'am. Eldos, Present, ma'am. Anakha, Present, ma'am. Manya, Present, ma'am. Revati. Present, ma'am. ലെഫ്റ്റ് ആയിക്കോളൂ. ഇനി ദയവ് ചെയ്ത് ഇങ്ങനെ ക്ലാസ് വയ്ക്കുന്ന സമയത്ത് നെറ്റ് കട്ടായെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാം. കാരണം ഞാൻ വെറുതെ ഇങ്ങനെ വായിട്ടെടുക്കേണ്ട കാര്യം, ഞാൻ 2 സ്ലൈഡ് എടുത്തു അറിയാതെ. മിസ് അനുരഞ്ജനയാണ് മിസ്. ഞാൻ ട്രാവലിംഗ് ആയിരുന്നു, അതുകൊണ്ട് കേട്ടില്ല. ആ അതല്ല, ഇയാളെ മാത്രമല്ലല്ലോ, ഇയാളെ ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. നെറ്റ് കട്ടായെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ഈ ആ ക്ലാസ്സിൽ ഇരിക്കുന്നവര് ദയവ് ചെയ്ത് നെറ്റ് കട്ടായെങ്കിൽ നിങ്ങൾക്ക് കേൾക്കേണ്ട, വേണ്ട, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എൻ്റെ വായിലെ വെള്ളം പറ്റുന്നു എന്നുള്ളൊരു ചിന്തയിലെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യുക. നെറ്റ് കട്ടായി, മിസ്സെ കേൾക്കുന്നില്ല എന്നുള്ളത്. കാരണം എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആർക്ക് വേണമെങ്കിലും വരാം. അതൊക്കെ നിങ്ങൾ കാണിക്കേണ്ട സാമാന്യ മര്യാദ എന്നുള്ളതാണ്. ഇനി അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇനി എന്താ, ഒന്ന് കൂടി വന്നാൽ 2-3 ക്ലാസ് കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ അല്ലേ, പിന്നെ ജൂണിലല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ നെറ്റ് കട്ടായി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. ക്ലാസ് അറിയിക്കും. താങ്ക് യു ഓൾ.